നിലവിൽ ഈ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പരിക്കേറ്റവരുടെ നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരമനുസരിച്ച് 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം നിലവിൽ 10ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രാഥമിക വിവരം പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ അപകടം നമുക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ ദാരുണമായ സംഭവമായി ഇത് മാറിയിട്ടുണ്ട്. 13ാം ഹെയർപിൻ വളവാണ്. നമുക്കറിയാം വാൽപ്പാറയിലേക്കുള്ള യാത്ര അത് പൊള്ളാച്ചിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള അപകടകരമായ പാതകൾ താണ്ടിയാണ് വാൽപ്പാറയിലേക്ക് എത്തേണ്ടി വരിക. നിലവിൽ ഈ അപകടം നടന്നിരിക്കുന്നത് 13ാമത്തെ ഹെയർപിൻ വളവിലാണ്. ഇത്തരത്തിൽ നിരവധി ഹെയർപിന്നുകൾ കടന്നാണ് നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുക. ഈ യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഗൗതം തുടരുക. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ കൂടി ചേരുകയാണ്. ശാന്തകുമാർ, മലപ്പുറത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ അവരുടെ സംഘമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ അധികൃതരൊക്കെ കാര്യം അറിഞ്ഞ് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റ് വിശദാംശങ്ങൾ, ഈ അവരിൽ നിന്ന് അറിയുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രുചിഷ പാറമൽ GLP സ്കൂളിലെ അധ്യാപകരാണ് ഈ വിനോദയാത്രയ്ക്ക് പോയത്. അവരുടെ വാഹനമാണ് ഈ അപകടത്തിൽ പെടുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ 10 പേരുടെ മരണം സ്ഥിരീകരിച്ചതായാണ് ഇപ്പോൾ പോലീസിനും വിവരം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് കാലത്താണ് അവർ പോയത്. ആതിരപ്പള്ളി വഴി, ആതിരപ്പള്ളിയിൽ നിന്നും പിന്നീട് അവർ പൊള്ളാച്ചി വഴി, വാൽപ്പാറ വഴി പൊള്ളാച്ചിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അങ്ങനെ വാൽപ്പാറയിൽ 11ാമത്തെ വളവിൽ നിന്നുമാണ് ഈ വാഹനം താഴേക്ക് വീഴുന്നത്, കൊക്കയിലേക്ക് മറിയുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് 9ാമത്തെ വളവിലേക്ക് ഈ വാഹനം മറിഞ്ഞ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ ആഴത്തിലേക്കാണ് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാര്യം ഇവിടെ കുടുംബാംഗങ്ങൾക്ക് അത്തരം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് ഈ വിവരങ്ങൾ ശേഖരിച്ചു വരിക തന്നെയാണ്. അതിൽ പരിക്കേറ്റ 4 പേരെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് പിന്നീട് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും 10 പേർ മരിച്ചു. അതായത് ഇവർ എല്ലാവരും പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ഈ സ്കൂൾ അവധിക്കാലത്ത് വിനോദയാത്ര പോയതാണ്. സ്കൂളിലെ ജീവനക്കാർ എല്ലാവരും ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോയതാണ്. അതായത് ചിലരുടെ കുടുംബാംഗങ്ങളും ഉണ്ട് എന്നാണ് അറിയുന്നത്. അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രജിഷ, ഈ മേഖല എന്ന് പറയുന്നത് ഈ ഒരു അപകട വളവ് തന്നെയാണ്. അത് പലപ്പോഴും നമ്മൾ ആ രീതിയിൽ കാണുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ പലപ്പോഴും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. വലിയ ഒരു താഴ്ചയിലേക്കാണ് ഇത് 11ൽ നിന്ന് 9ാം വളവിലേക്ക് വീഴുന്ന തരത്തിൽ വലിയൊരു അപകടമാണ് ഉണ്ടായത്.